ഇവിടെ തോട്ടിന്റെ എന്തിനാണ് ഇവൻ അന്വേഷിച്ച് നടക്കാൻ ഇവിടെയൊക്കെ ആള് പോയിരിക്കുന്നു. അപ്പോഴേ എനിക്കറിയാം ഇവിടെ ക്വാർട്ടർ മാറ്റി വെച്ചോണ്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന്. എടാ ഉണ്ണി ഉണ്ണി എടാ ഉണ്ണിയേ ഭക്ത ഓ ധ്യാനത്തിൽ നിന്നെ ഉണർത്തിയല്ലേ, നിന്നെ ഞാൻ ശപിക്കും മുമ്പ് നീ പൊയ്ക്കോ. നീ എന്നെ പുളുത്തും. എടാ അവിടെ ജീപ്പിലും കാറിലും ഒക്കെ വീട്ടിൽ നിന്ന് ആളന്വേഷിച്ചിറങ്ങണം. നീ എത്ര ദിവസമാണ് അതിനെ കാണാനില്ലായിരുന്നിട്ട്. ഭക്ത എന്നെ നീ ഉണ്ണീന്ന് വിളിക്കരുത്, നിന്നെ സ്വാമി എന്ന് വിളിക്കും. ഏടെ നീ ഒരു മരിച്ചു വണാണ്ട് വർത്താനം പറയാം. നീ ഏടെ ഏഴിക്കണമെങ്കിൽ ഞാൻ നിനക്കൊരു കിടുക്കൻ ജോലിയായിട്ട് വന്നു. നീ ഇന്നും അതിൽ എൻ്റെ PA ആണ്. അതൊന്നും പറ്റൂല. പിന്നെ നീ ബുദ്ധനെ അറിയാമോ? ആരെ? ബുദ്ധൻ. ബുദ്ധൻ ബുദ്ധനെ ഞാൻ കാണുന്നുണ്ട്. പറ. ഞാൻ ബുദ്ധനെ പോലെ സന്യാസിയാവാൻ പോകുന്നത്. ഏടേ ബുദ്ധന് നിന്റെ ഭാര്യ മക്കളെ നീ എന്ത് ചെയ്യൂടാ? ബുദ്ധൻ ചെയ്ത പോലെ ഞാൻ ഭാര്യയെ മക്കളെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് സന്യാസി. എവിടെ ബുദ്ധ സന്യാസി. അയാൾ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചെന്ന് അയാൾ പണ്ട് ഒരു രാജാവായിരുന്നു. അയാൾക്ക് ഏക്കർ കണക്കിന് സ്വത്തുണ്ടായിരുന്നു. നിനക്ക് നിന്റെ അപ്പന് 4 കമ്പ് കുട്ടിച്ചാൽ ഒരു ചെറ്റ വീടേ ഉള്ളൂ. നീ ചുമ്മാ അരിമ്പ് കാണിക്കാതെ സമാധാനപ്പെടുക. ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കൂ. എടാ അട്ടിന്ന് ജോലിക്ക് പോകാൻ മടിച്ചല്ലേ ഈ സന്യാസി ആവാൻ പോയത്. വേറെ കൂലിപ്പണിക്കൊന്നും പോകാൻ വയ്യ, കഷ്ടപ്പെടാൻ വയ്യ, വേർക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ സന്യാസിമാരുമായിട്ട് പോകണം. ഇതേപോലത്തെ ഒരു ജോലി. ഇത് സന്യാസി അല്ലെങ്കിലും സിമ്പിൾ ജോലിയാണ്. വന്ന നല്ല ചായ കുടിക്കാൻ വല്ലതും തരും. നീ കൂടെ നിക്കണം. ദേഹകരങ്ങൾ ജോലിയാണെങ്കിൽ ഞാൻ ഓക്കെ. അങ്ങനെ വഴിക്ക് പാടേ ഉണ്ണി. നിന്നെ എനിക്കല്ലേടേ അറിയും. അതെ നീ എന്ത് പറ്റി നിനക്ക്? എന്ത് ഇങ്ങനെ പാന്റ് തൊടലല്ലേ കണ്ട? എനിക്ക് വന്ന ഒരു മാറ്റം കണ്ട പറഞ്ഞ സംഭവം. നമ്മളൊരു കിടുക്ക ഒരു ഫീച്ചർ കൊണ്ടാണ് ഞാൻ വന്നത്. എന്തോന്നു? അതൊക്കെ ഞാൻ പറഞ്ഞത്. നീ ലാസ്റ്റ് എന്നാണ് മൊബൈൽ നോക്കിയത്? ഞാൻ മരണം മുമ്പ് 2 ദിവസം മുമ്പ് നോക്കി. ഇൻസ്റ്റാഗ്രാം ഒക്കെ നീ നോക്കുവോ? നോക്കാറുണ്ട്. അതിൽ ഈ ആളുകൾ കൊണ്ടു കൊടുത്തിട്ട് ഒരു ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ കൊണ്ടു കൊടുക്കുക, അവരെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം. അതുപോലത്തെ പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തന്നെ നിങ്ങളുണ്ടോ ഫോണൊക്കെ? ഐഫോൺ ആണ് വാങ്ങിച്ചിട്ട്. ഐഫോൺ തരണ്ട എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ വിജയിക്കൂലേ? പിന്നെ എന്ത്? നമുക്ക് ഒരു ഏതെങ്കിലും ഒരു സാധാരണക്കാരെ നമ്മളെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടാവും ചോദിച്ചിട്ട് അവര് ഫോളോ ചെയ്ത് കാണില്ല. നമ്മളിപ്പോ തുടങ്ങിയുള്ളൂ. ഞാൻ എന്നാലും അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാ. തന്നെ എനിക്ക് നല്ലൊരു കാലം വരുമ്പോ നിന്നെയും കൂടെ കൂട്ടാതിരിക്കാൻ പറ്റൂടെ? അതുകൊണ്ടല്ലേ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് നിന്റെ അമ്മ പറഞ്ഞത് 2 ദിവസത്തിന് മുമ്പ് നീ എവിടെയോ പോയോ. അവിടെ അന്വേഷിച്ച് കിടക്കാം. എന്തായാലും നമുക്ക് ഈ വീഡിയോയിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം കേട്ടാ? ഓക്കെ. നമ്മൾ ഏരിയത്തിന് ആരെങ്കിലും കാണും. നോക്ക് പോക്കാം. ബാ വെറുതെ ഈ തെങ്ങി കയറിയത് എന്ത് ചെയ്യാം? ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് പൈസ കിട്ടും. നമ്മൾ വേറെ എന്തിനാ അറിയും? നീ വിഷമമൊന്നും വിചാരിക്കണ്ട. ഇത് ഇട്ടോണ്ട് കയറേണ്ട യോഗ്യത ഈ തെങ്ങിനില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത തെങ്ങില് അച്ചാം പൂച്ചാന്ന് പറഞ്ഞ് കേറാം. നീ പേടിക്കണ്ട. ചെരുപ്പെടുത്തില്ല. ഈയിടെ കാലം കൊണ്ട് ഇപ്പൊ ഇത്തിരി മറതി കൂടുതൽ തന്നെ. ചുമ്മാ ഇല്ല ഇപ്പൊ പഴയതുപോലെ തെങ്ങ് കയറാൻ വിളിക്കാത്തത്. മൂത്ത കൊലയെ വെച്ചിട്ട് ഇളയ കൊലയെ വെച്ചു. അത് എന്നെ കാര്യം. നമുക്ക് അണ്ണനെ പറ്റിക്കാം. പറ്റിക്കുന്നല്ല, ഈ മൊബൈൽ അണ്ണന് കൊടുക്കാം. അപ്പൊ നീ ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ അവിടെ വന്നോടെ ഈ ഫോൺ എടുത്ത് ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. നീ അവിടെ വന്നിട്ട് നീ വീഡിയോ എടുക്കുന്നതാണ് എന്റെ ജോലി. പിന്നെ അണ്ണൻ നമ്മളെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഫോൺ അണ്ണന് കൊടുക്കും. ഇയാൾ എന്തൊരു തപ്പണ അണ്ണാ? അയ്യോ ഇതാണ് ഓർമ്മയില്ലെന്ന്. എവിടെ വെച്ചോ എന്തൊരു തപ്പണത്? എന്റെ മൊബൈൽ എവിടെ വെച്ചിട്ടേ കാണാനില്ല. എന്നെ കണ്ടിട്ടുണ്ടോ മുമ്പേ? ഇല്ല. ഇവനറിയാമോ? ഇവനെ ഇല്ല. അറിഞ്ഞൂടെ? നമ്മളെ വീട് അക്കരക്കരയാണ്. എന്റെ അച്ഛന്റെ പേരെ എനിക്ക് അറിഞ്ഞു. സുധാകരൻ അങ്ങേരെ മോനാണ്. ഞാൻ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി. മണിയെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടുക്കം ഐഫോൺ ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ എന്റെ കിങ്ങിണി എന്നുള്ള ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എണ്ണം തരും ഞാൻ. മണി അറിയാമോ? ഞാൻ മണിയെ രാവിലെയും വൈകുന്നേരം എല്ലാം ഫോളോ ചെയ്യുന്ന കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയാമെന്ന്. ഇവിടുത്തെ മണി ചേച്ചിയാണ് ഫോളോ ചെയ്യണത് പറയണത്. നീ അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കും. എന്നാ നമ്മളെ പേജ് ഉണ്ടല്ലോ, ഇത് ഇൻസ്റ്റാഗ്രാം പേജ് മണി. എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഐഡിയുടെ പേരാണ് മണി എന്ന്. അത് ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഐഫോൺ അങ്ങ് തരും. നീ വ്യക്തമായിട്ട് പറയണ്ടേ? ഇത് ഫോണിലാണ് ഫോളോ ചെയ്യണമെന്ന്. നീ ഇത് നോക്കണേ തീർത്ത്. ഇതില് മണി ഉണ്ടോ നോക്കണം. ഇതെന്തിനാണ്? ഇത് അച്ചാറാ? ഇത് അച്ചാറൊന്നല്ല. പിന്നെ ഇത് എന്റെ ഫോൺ, ടച്ച് ഫോൺ. ഇതിങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കും നിങ്ങൾ? ഇത് മഴയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ടച്ച് ഫോണ്. ഇതാണെന്ന് എന്റെ പൊന്നെണ്ണ. ഇതല്ലേ ടച്ച് ഫോണെന്ന് പറഞ്ഞാലേ? ഇതാണ്ടാ അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ. ഇത് നീളം വീഡിയോ. അല്ലെങ്കിൽ ഇതണ്ട, ഇത് ഫ്രഷ് ആണ്. ഫ്രഷ് കണ്ട ഐഫോൺ ആണ്.
നിങ്ങളെ ഇപ്പം ഇത് ഇനിയിപ്പോ എന്തിനാണത് ഈ സാധനം? നീളമുള്ള വീട്ടിൽ ഇരിക്കും. അപ്പം നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മണി എന്നാണ്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലും നമ്മളൊരു ഐഫോൺ തരുന്നതായിരിക്കും. മറക്കരുത് നമ്മളെ പേജ്. അപ്പോൾ ഈ ഫോൺ ഈ പാവപ്പെട്ട നമ്മളെ ചേട്ടന് കൊടുക്കുകയാണ്. പുള്ളിക്ക് ഐഫോണൊന്നും ഇല്ല, ഒരു ഫോൺ കണ്ടല്ലോ. ഇതാണ്. അപ്പോൾ നമ്മളെ മനസ്സ് നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾ അടുത്ത ചലഞ്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കും. അപ്പം നമ്മളെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പം ഓക്കെ, വീണ്ടും കാണുന്നത് മണി മണി മണി. ഇങ്ങനെ കളിക്കണ അവസാനം ഇങ്ങനെ കളിക്കി മണി 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 മണി. ഓക്കെ കേട്ടാ. വാ. അപ്പൊ ഇത് പറയും നമ്മളെ ചാനൽ ഫോളോ ചെയ്യണമെന്ന് പറയാം. പ്രേക്ഷകർക്ക് പറഞ്ഞാൽ മണി ചാനല് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. ഓക്കെ കേട്ടാ. അപ്പൊ ഒരുപാട് കയറ്റങ്ങൾ ഉണ്ടാവട്ടെ. ശരി എടേ. അപ്പൊ ഇവിടെ ക്യാമറ ഓഫ് ചെയ്യടാ പൊട്ടാ. ക്യാമറ ഓഫ് അണ്ണാ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇപ്പൊ നമ്മള് കളിച്ചില്ലേ, നമ്മളിപ്പോ കളിച്ചില്ലേ മണി എന്ന് പറഞ്ഞ ചാനൽ. അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാവർക്കും കൊണ്ട് ഈ സാധനം കൊടുക്കും. ഇത് എനിക്ക് തരണം. ഇല്ല അണ്ണ ഇത് ചുമ്മാ ഇല്ല ചുമ്മാ ഇത് ആളൊന്നും ഇല്ലായിരുന്നല്ലോ. 3 തെങ്ങ് എന്റെ കൂട്ടുകാരനല്ലേ ഉണ്ടായിരുന്നു. തെങ്ങുണ്ടായിരുന്ന തെങ്ങ് സത്യമുള്ളടാ. അത് വെച്ചാണ് ഞാൻ ജീവിക്കണത്. നിനക്കറിയാമോ? ഇലയിട്ട് ചോറും വിളമ്പി വെച്ചിട്ട് ചോറില്ല പോലോ. ഒരുമാതിരി പണി വാങ്ങിക്കല്ലേ നീ. നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാവത്തുണ്ട്. എന്റെ പൊന്നാണ് ദേഷ്യപ്പെട്ടു. ഇത് നമ്മളൊരു പയ്യന്റെ ഷോപ്പ് ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. എന്നിട്ട് ഞാൻ അവന് തിരിച്ചു കൊണ്ടു കൊടുക്കും. ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണാ നിങ്ങൾ സഹകരിക്കണം. നമ്മുടെ നാട്ടിലൊരു പയ്യൻ വളർന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഭിമാനമല്ലേ? എന്നെ 10 പേര് കാണുകയൊക്കെ ചെയ്യില്ലേ? നിങ്ങൾക്ക് പറയാല്ലേ നിങ്ങളുടെ നാട്ടിന്റെ അക്കരക്കരയുള്ള പയ്യനാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് തരികണ്ണ. കുറെ കാലം കൊണ്ടുള്ള എന്റെ ആഗ്രഹമാണ് ടച്ച് ഫോൺ വാങ്ങിക്കണമെന്ന്. മനസ്സിലായല്ലേ? ഒരുമാതിരി പണി വാങ്ങിക്കരുത്. ഞാൻ തെങ്ങ് കയറി ജീവിക്കണവനാണ്. തെങ്ങ് സത്യമുള്ളതാണ്. മനസ്സിലായോ നിനക്ക്? തരികണ്ണ. എന്തോന്ന് ചൂപ്പിക്കാറ്റ് തരും ചൂപ്പി. അണ്ണാ നിങ്ങൾ കളിക്കാതെ ഫോൺ ഞാൻ കളിക്കാണ്. അണ്ണാ നിങ്ങൾ ഫോൺ തരികയാണ്. എന്റെ ദൈവമേ, ഇവന്റെ വാക്കും കെട്ടി ഇറങ്ങി സന്യാസി ജീവിച്ചാൽ മതിയാണ്. എന്റെ ഭക്ത ദൈവമേ. തെങ്ങുകളെ വിടാം. എനിക്കൊരു ഐഫോൺ കിട്ടിയല്ലോ. ഇത് വെച്ച് ഞാൻ ജീവിച്ചോളാം.